അഷികെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ധൈര്യത്തോടു കൂടി പുറത്തിറങ്ങുന്നത് നമുക്കിവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, നമുക്ക് കാവൽ നിൽക്കുവാനായി പോലീസുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് നമ്മൾ എല്ലാ ദിവസങ്ങളിലും പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം രാത്രിയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കുവാനായി പോലീസുണ്ട് എന്നുള്ളൊരു വിശ്വാസം, ഒരു ധൈര്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഴ സിനിമയിൽ പറഞ്ഞ പോലെ കാവലാണ് കാക്കി. പക്ഷെ ആ കാക്കി ശരിക്കും ഇപ്പോൾ ഒരു ബന്ധനത്തിലാണോ എന്ന് സംശയിച്ചു പോവുകയാണ്. ഇപ്പോൾ അടുത്തിടെയുള്ള സംഭവങ്ങൾ എല്ലാം കാണുമ്പോൾ ഈ പോലീസുകാരെ കൂച്ചുവലം കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് സാധാരണക്കാരൻ്റെ സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ട ആ ഒരു പോലീസുകാർ അവർ നിസ്സഹായ അവസ്ഥയിലാണ്. കാരണം അവർക്ക് സ്വതന്ത്രമായിട്ട് നിയമം പരിരക്ഷിക്കാനോ നിയമം നടപ്പിലാക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. ഒന്നുകിൽ മേളിൽ നിന്നുള്ള ഒരു ഉത്തരവ്, അല്ലെങ്കിൽ കാശിൻ്റെ പിൻബലം, അല്ലെങ്കിൽ ഈ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം, ഇതിലെന്തോ ഓരോ കാരണങ്ങൾ അവരെ പിന്നോട്ട് വലിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പോലീസ് എന്ന് പറയുന്നത് അധികാരമുള്ളവൻ്റെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണോ? ഇപ്പോൾ ചില പ്രവർത്തികൾ അങ്ങനെ തോന്നിക്കുന്നു. അതിപ്പോൾ മാത്രം അല്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് പണ്ട് തൊട്ടേ ഇതൊരു ഇതാണ്, ആ ഒരു പ്രവണതയാണ്. കാരണം പോലീസിന് ഇപ്പം ആഷിക്ക് പറഞ്ഞ പോലെ പോലീസിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ പോലീസിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചുകൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ഒരു തങ്കമണി കിടപ്പുണ്ട്. പോലീസിനെ സ്വതന്ത്രമായി വിട്ടപ്പോൾ സംഭവിച്ചതാണ്. അത് കാരണം കൊണ്ടൊരു അധികാരം വരെ മാറി മറിഞ്ഞു. കരുണാകരൻ മന്ത്രിസഭ കീഴ്മേൽ മറിഞ്ഞു പോകാനുള്ള കാരണം തങ്കമണി സംഭവമായിരുന്നു. അത് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. പിന്നെ പോലീസുകാരുടെ മർദ്ദനമുറകൾ, അത് എന്താ പറയുന്നത്, അധികാരികൾ ഈ മർദ്ദനമുറകൾ എന്ന് പറയുന്ന മൂന്നാം മുറകൾ, മൂത്രം കുടിപ്പിച്ച നമ്മൾ കേട്ടിട്ടുണ്ട്, ഉരുട്ടിക്കൊല നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അവസാനം നമ്മുടെ ഇവിടെ നടന്ന കുമളിയിൽ നടന്ന ഉരുട്ടിക്കൊല അടക്കമുള്ള ഉദയകുമാർ കേസ് അടക്കമുള്ള സംഭവങ്ങൾ പോലീസിനെ സ്വതന്ത്രമായി വിട്ടതിന്റെ ഫലമായി ഉണ്ടായതല്ലേ. അപ്പോൾ കൺട്രോൾ ചെയ്യാം, പോലീസിനെ കൺട്രോൾ ചെയ്യണം, കൺട്രോൾ വേണം പോലീസിന്റെ പുറത്ത്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പിൻബലമുള്ളവർക്ക് എന്തുമാവാം. സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് കുതിര കയറുവാൻ മാത്രമായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണവും അധികാരവും പിൻബലവും ഉള്ളവന് ഈ നാട്ടിൽ എന്ത് തന്തയില്ലായുകയും ചെയ്യാം. എന്നാൽ പാവപ്പെട്ടവൻ എന്താ പറയുക, പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു കയ്യവത്ത പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് വന്നാൽ, ഐ മീൻ നിയമവിരുദ്ധമായതല്ല, നിയമപരമായി പോയാലും പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തേക്ക് പോലീസ് കുതിര കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ലേ ഇവിടെ? ഞാൻ പറയാം, അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഓഡിയിലും ബെൻസിനും BMW പോകുന്നവനെ പോലീസ് പെറ്റിയടിക്കാറില്ല. ബൈക്കിൽ പോകുന്നവന് ഹെൽമെറ്റ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് അവനൊരു പെറ്റി അടിച്ച് വിടുന്ന ഒരു പ്രവണത ഇന്നത്തെ ചില പോലീസുകാർക്കുണ്ട്. അതായത് ഈ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ SHOയെക്കാട്ടിൽ വലുതാണ് ചെക്കിംഗ് സമയത്ത് പോലീസ് വണ്ടിയുടെ ഡ്രൈവറെന്ന് തോന്നുന്നു. ഡ്രൈവറാണ് കാര്യങ്ങൾ തീരുന്നത്. സാർ അവനെ പെറ്റിയടിക്കുക, അവനെ വിടരുത് സാറേ. ഡ്രൈവർക്ക് ഒരു അധികാരവുമില്ല, നമ്മളെ തടയാൻ പോലുമുള്ള അധികാരമില്ല. ഒരു ഡിപ്പാർട്ട്മെന്റിൽ വാഹന ചെക്കിങ് നടക്കുമ്പോൾ നമ്മളെ തടയുവാൻ അല്ലെങ്കിൽ നമ്മളെ കൈ കാണിച്ച് വാഹനം നിർത്തിക്കാൻ അവകാശം തുടങ്ങുന്നത് അഡീഷണൽ സബ് ഇൻസ്പെക്ടറിൽ നിന്നാണ്. ഐ മീൻ ASIയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എത്ര ASIമാർ അങ്ങനെ ചെയ്യുന്നുണ്ട്? ഇവിടെ കോൺസ്റ്റബിൾമാരാണ് വണ്ടി തടഞ്ഞു നിർത്തുന്നതും നമ്മളെ ഭേദ്യം പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും കോൺസ്റ്റബിൾമാരാണ്. പക്ഷേ വാഹനം തടയാൻ അധികാരം നിയമസംഹിതയിൽ തന്നെ പറയുന്നുണ്ട്. ASI മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് വാഹന പരിശോധനയ്ക്ക് ഒരു ലൈസൻസ് ഉള്ളൂ, ഐ മീൻ അല്ലെങ്കിൽ വാഹന പരിശോധന പാടുള്ളൂ. ASI മുതലുള്ളവർക്ക് മുകളിലേക്ക്. ഒരു കോൺസ്റ്റബിൾ കൈ കാണിച്ചാൽ നിർത്തണമെന്ന് പോലും നിയമം ഇല്ല. പണ്ട് നമ്മുടെ ഈ പോലീസ് സേനയെ, അതായത് കാവൽ സേനയെ കേരളത്തിലേക്ക് നിയോഗിച്ചത് എന്തിനാന്ന് വെച്ചാൽ പണ്ട് കവല ചട്ടമ്പികളെ അടിച്ചമർത്തുന്നതിനും ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസിലെ ചില പുഴുക്കത്തുകൾ കാരണം മാന്യമായി ജോലി ചെയ്യുന്ന പോലീസുകാർക്കും ചീത്തപ്പേരുണ്ടാവുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലെ പോലീസിനെ നോക്കിയാലും ഈ കേരള പോലീസിന്റെ ആ ഒരു എഫിഷ്യൻസി അതിന് വട്ടം വയ്ക്കാൻ ഇതുവരെയായിട്ടും ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അന്വേഷണ രംഗത്തൊക്കെ പോലീസിനെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഇറക്കി വിടാം. ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലീസുകാരെ ഒരു ചട്ടുകമായിട്ടെന്ന് മാത്രമല്ല, ഒരു എന്താ പറയുന്നത്, ഒരു ഈ ചാരം കുത്താൻ ഉപയോഗിക്കുന്ന തുരുമ്പിച്ച കമ്പിക്ക് കണക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തരം ഒന്ന് മുറുകിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും അല്ല സിസ്റ്റം വരുന്നത്. ഇവിടെ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന എത്ര കേസുകളുണ്ടെന്നറിയോ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് സ്വതന്ത്രമാക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസുകളൊക്കെ പുഷ്പം പോലെ തെളിയും. നമുക്കറിയാവുന്നതാണ്, ട്രിവാൻഡ്രത്ത് നടന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ കൊലപാതകം, അത് ഞാൻ ഇവിടെ തന്നെ സിംഗിൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു കേസിൽ
ഒരു ആകപ്പാടെ എവിഡൻസ് ആയിട്ടുണ്ടായിരുന്നു പറയുന്നത് ആ വാഹനത്തിൽ ഒട്ടിച്ചിരുന്ന ഒരു ഉണ്ണിയേശുവിന്റെ ഫോട്ടോയും രാജമ എന്ന് പറയുന്ന ഒരു പേരുമായിരുന്നു. ആ പേരിന്റെയും ആ ഫോട്ടോയുടെയും പിന്നാലെ അവർ പോയ സഞ്ചാര വഴികൾ, അത് നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ വീഡിയോസ് കിടപ്പുണ്ട്. അത് ഞാൻ ഇനി അത് വിവരിച്ച് അതിനെ കൂടുതൽ ഇതാക്കുന്നില്ല. പക്ഷെ അന്ന് ആ പോലീസ് സഞ്ചരിച്ചിട്ടുള്ള സഞ്ചാര വഴികൾ, ആ ഒരു സ്റ്റിക്കർ ചിന്തിക്കണം, ഉണ്ണിയേശുവിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള എത്ര ഓട്ടോറിക്ഷകൾ തിരുവനന്തപുരം പോലൊരു ടൗണിൽ കാണുമെന്നറിയോ. അതുപോലെ തന്നെ രാജമ എന്ന പേരുള്ള അനേക ഓട്ടോറിക്ഷകൾ ഉണ്ടായിരുന്നതിൽ നിന്നും കൃത്യമായി ആ ഓട്ടോയിലേക്ക് ഫോക്കസ് ചെയ്യുകയും അയാൾ തന്നെയാണ് കൊലയാളി എന്ന് കണ്ടെത്തുകയും ചെയ്ത ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് അത് പോലീസ് അവിടെ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്തപ്പോഴാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ പെരിയ കൊലക്കേസ്, കണ്ണൂർ സ്ക്വാഡ്, അവർ ബീഹാർ വരെ പോയിട്ടാണ് അവർ ഈ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി അവർ സഞ്ചരിച്ച വഴികൾ നമ്മൾ സിനിമയിൽ കണ്ടതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു ട്രാക്കിലൂടെ അവർ പോയിട്ടുണ്ട്. അതിങ്ങനെ എത്ര കേസുകൾ ഞങ്ങളുടെ നാട്ടിൽ, അതായത് എൻ്റെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു 3 പേർ കൊല്ലപ്പെട്ട സംഭവം, അതിൽ ആ വീട്ടുജോലിക്കാരനായിട്ടുള്ള ബംഗാളി ആ കുടുംബത്തെ പാറമ്പുഴ കൊലക്കേസ്, പാറമ്പുഴയിലെ ആ ഒരു ലാലസൻ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ മകനെയും പ്രവീൺ ലാലിനെയും ഭാര്യയും കൊന്ന് അവരുടെ ആഭരണവും എടുത്ത് രക്ഷപ്പെട്ടു പോയ പ്രതിക്ക് പിന്നാലെ സഞ്ചരിച്ച ഒരു ട്രാക്ക്, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, നമ്മളെ ഒരു നാടൻ പ്രയോഗത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊല മാസ് ട്രാക്കിലൂടെ സഞ്ചരിച്ച് രോമാഞ്ചമുണ്ടാക്കുന്ന ട്രാക്ക് ഹിസ്റ്ററിയുള്ള പോലീസ്. പക്ഷെ ശരിക്കും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ പോലീസ് നിഷ്ക്രിയരാണ്. ഇപ്പം പോലീസിൻ്റെ ഇപ്പോഴത്തെ വർക്ക് എന്താണ്? അവർക്ക് ഏതെങ്കിലും ഒരു തണലിൽ നോക്കി കിടക്കുന്നു, ബൈക്കിന് പെറ്റിയടിക്കുന്നു, അല്ലെങ്കിൽ ഹെവി ലോഡും കൊണ്ടുവരുന്ന ലോറികൾക്ക് പെറ്റിയടിക്കുന്നു. സ്റ്റേഷനിൽ വരുന്നവരെ പോലീസിനെ ശരിക്കും പറഞ്ഞാൽ ജനമൈത്രി എന്ന് പറയുന്ന ഒരു സംഭവം വന്ന് പോലീസിനെ അങ്ങ് ആണും പെണ്ണും കെട്ടൊരു ലെവലിലേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ ക്രൈം റേറ്റുകൾ വല്ലാതെ വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കുനിച്ചു നിർത്തി കൂമ്പിനടി കിട്ടുമെന്നുള്ള പേടി കാരണം കൊണ്ട് കുറ്റം ചെയ്യാതിരുന്ന ഞാഞ്ഞൂലുകൾ പോലും ഇപ്പം തലപൊക്കി പത്തി വിരിച്ച് ചീറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങി തുടങ്ങി. ഇപ്പൊ പറഞ്ഞല്ലോ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ യുവജന വിഭാഗം ഒരു സബ് ഇൻസ്പെക്ടർ, അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ്, അവരുടെ വഴി തടസ്സപ്പെടുത്തുകയും അവരെ പച്ചയ്ക്ക് നിർത്തി അസഭ്യം പറയുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അറിയാമല്ലോ, ഡിവൈഎഫ്ഐ നേതാക്കൾ ഈ SIയെ തടഞ്ഞു നിർത്തി തെറി പറയുകയായിരുന്നു. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, അതായത് വീണ ജോർജിന്റെ ഇഷ്യൂ അറിയാലോ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ മന്ത്രിയെ യൂത്ത് കോൺഗ്രസ്സുകാർ തടയുന്നു, അതിനിടയ്ക്ക് കഴുത്തിന് പരിക്കു പറ്റി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. ഇതിൽ മതമിളകിയ DYFI SFIക്കാർ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ ഓഫീസുകളും അടിച്ചു തകർക്കുന്നു. ഇതിനെതിരെ പരാതി കോൺഗ്രസ് നൽകിയുണ്ടായി. ആഷിക്ക് ഈ സംഭവത്തിന് ഇത്ര ദൂരം പോകേണ്ട ആവശ്യമില്ല. ഈ ഇലക്ഷൻ സമയത്ത് നടന്നൊരു സംഭവം ആഷിക്ക് കണ്ടതാണെന്നറിയില്ല. പൂഞ്ഞാറ് വെച്ചിട്ട്, അതായത് ഈരാറ്റുപേട്ട വെച്ചിട്ട് നമ്മുടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അയാൾ SIയെ തടഞ്ഞിട്ട് പറഞ്ഞ ഡയലോഗുകളുണ്ട്. അധികാരമൊന്നും മാറില്ല കേട്ടോ, ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും, നിന്നെ ഞാൻ കണ്ടോളാം. അതോടുകൂടി കുളത്തുങ്കൽ MLA കുളത്തുങ്കൽ DGP ആയി. അതെ, DGPക്ക് മേലെയാണ് ഞാൻ എന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം, DGPക്ക് മേലെയായിരിക്കാം കുളത്തുങ്കൽ. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയിട്ടില്ല ആഷിക്ക്. എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ജനപ്രതിനിധികളോടാണ്, പോലീസിനെ കൂച്ചുവലം കെട്ടി നിർത്തുന്ന ഇവിടുത്തെ ജനപ്രതിനിധികളോടാണ് എനിക്കൊരു ചോദിക്കാനുള്ളത്. കാക്കിയിട്ട് രാവും പകലും നോക്കാതെ, മഴയും വെയിലും നോക്കാതെ ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അങ്ങ് ഹെഡ് കോൺസ്റ്റബിൾ മുതൽ ഇങ്ങ് താഴെ DYSPയും കമ്മീഷണറും DGPയും ADGPയും അടങ്ങുന്ന ടീമുകൾ അഹോരാത്രം പണിയെടുക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ നേതാക്കന്മാരും ഒരുത്തൻ്റെയും കല്ലേറ് കൊള്ളാതെ ഇവിടെ നിന്ന് കടന്നു പോകുന്നുള്ളത് മറക്കരുത്. ഒരു ദിവസം മനം എടുത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒന്നാകെ ഒരു ബന്ദിലേക്ക് പോയാൽ, ഒരു പോലീസ് ബന്ദ് ഇവിടെ ഉണ്ടായാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ആഷിക്കിന് അറിയൂ? ഇല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഒരു പോലീസ് ബന്ദ് ഉണ്ടാകുന്നു, പോലീസ് സ്റ്റേഷനുകൾ മുഴുവൻ പൂർണ്ണമായും അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥ വരുന്നു. അങ്ങനെ വരുന്നൊരു നിമിഷം, ആ നിമിഷം തെരുവുകളിൽ നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ പെങ്ങന്മാരോ വലിച്ച് കീറപ്പെടും, പിച്ചി ചീന്തപ്പെടും. ആഷിക്കോ ഞാനോ പെരുവഴിയിൽ ആക്രമിക്കപ്പെടും. നമ്മളുടെ പണവും സ്വത്തും ജീവനും നഷ്ടപ്പെടും. നട്ടപ്പാതിരായിൽ നമ്മുടെ വീടിന്റെ വാതിൽ തുറന്ന് വീടിനുള്ളിലേക്ക് കടന്നു വന്ന് നമ്മളെ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കൂട്ടമോട് ഉണർന്നു. എന്തിനാ നട്ടപ്പാതിരാവുന്നത്? അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ തെരുവിൽ ആക്രമിക്കപ്പെടും. പോലീസിന്റെ എസ്കോർട്ട് ഇല്ല, പോലീസ് ബന്ദിലാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ 40 അംഗ സംഘമാണ് പോലീസ് സംഘം കറങ്ങി നടക്കുന്നത്. അതെ, ആ പോലീസ് സംഘം ഇല്ലാതെ ഈ മുഖ്യമന്ത്രി കേരളത്തിൽ ഇറങ്ങി നടക്കുന്നില്ല. നടക്കുമോ? ഒരു മന്ത്രി നടക്കില്ല.
ഒരു മന്ത്രിക്ക് നടക്കാൻ പറ്റില്ല. ധൈര്യമുള്ള ഏതെങ്കിലും ഒരു മന്ത്രി പോലീസിനെ കുച്ചുവലം കിടാതെ ഒന്ന് തുറന്നു വിട്ടു നോക്കട്ടെ. ഇനി വരുന്ന സർക്കാരെങ്കിലും ഒന്ന് തുറന്നു വിട്ടു നോക്കട്ടെ. അവരെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ, സ്വതന്ത്രമായി ജോലി ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ജനങ്ങളുടെ നെഞ്ചത്തോട്ട് കയറി അടുപ്പ് കൂട്ടി പൊങ്കാലയിടാനല്ല ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്രമായി തങ്ങൾ ചെയ്യേണ്ട കൃത്യമായ ജോലി ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈം റേറ്റ് കുത്തനെ താഴെ. ഇന്ന് ആഭ്യന്തരം പൂർണ്ണ പരാജയം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കണ്ടു. വിഴിഞ്ഞത്ത് നടു റോഡിലൊരു യുവാവിനെ ചവിട്ടിക്കൊല്ലുകയാണ്. വാരിയലുകൾ ഒടിഞ്ഞ് ഹൃദയത്തിൽ കയറി ആ യുവാവ് മരണപ്പെടുകയാണ്. കൊല്ലും കൊലയും നടു റോഡിലേക്ക് വന്നു. ഹോട്ടൽ മുറികളിൽ സ്ത്രീകൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു. പുഴയിൽ നിന്ന് ശവങ്ങൾ കിട്ടുന്നു. ഇതൊക്കെ കേരളത്തിൽ കൊലപാതകമില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോ? ജനുവരി മാസം 2026 ജനുവരി മാസം സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കൊലപാതകത്തോടെയാണ്. 2025 സെയിം ആയിരുന്നു. 2025 ജനുവരി തുടങ്ങി വിത്തിൻ എ വീക്കാണ് ഈ പറയുന്ന ട്രിവാൻഡ്രത്ത് അഫാൻ എന്ന് പറയുന്ന യുവാവ് ഏകദേശം 5 പേരെ ഓടി നടന്നു കൊന്നത്. അന്ന് തുടങ്ങിയ ക്രൈം പിന്നീട് ഇങ്ങോട്ട് കണ്ടിന്യൂസ്ലി ഡേ ബൈ ഡേ ക്രൈം റേറ്റിൽ പോയിട്ട് ഇന്ന് പണ്ട് നമ്മൾ പറയായിരുന്നു ഇതൊക്കെ അങ്ങ് ബീഹാറിൽ യു പിയിൽ നടക്കും. ഇന്ന് കേരളത്തിൽ നടക്കുന്നു. ബീഹാർ യു പി ഒക്കെ താഴെ പോയി. കേരളത്തിന്റെ താഴെ വന്ന് ബീഹാർ യു പി ഒക്കെ. ഇവിടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്നിടത്ത് ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളിയുടെ വീടിടിച്ച് നിരപ്പാക്കി അവന്റെ കുടുംബത്തെ പെരുവഴിയാക്കും. ഇവിടെ നിയമത്തെ ഭയമില്ല. അതുകൊണ്ട് ക്രൈം റേറ്റ് എടുക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നിയമപാലകരുടെ കാലിൽ ഒരാനയ്ക്ക് കൂച്ചുവലം കിട്ട പോലെ കൂച്ചുവലം കിട്ടിയിരിക്കുകയാണ്. ആ കൂച്ചുവലം ഒന്ന് തുറന്നു വിട്ടാൽ കുത്തനെ താഴ്ന്നു വരും ക്രൈം റേറ്റ്.